ഫെയ്ത്ത് ക്ലിയറൻസിൻ്റെ 44-ാമത്തെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ വ്യക്തത വരുത്തുന്ന വിഷയം യൂദാസ്, യൂദാ തദേവൂസ്, യൂദാസ് കറിയോത്ത ഇവർ 3 വ്യക്തിത്വങ്ങളാണോ, 2 വ്യക്തികളാണോ, പല പേരുകളിൽ അറിയപ്പെടുന്നതാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ പലപ്പോഴും ഉയർന്നു വരുന്നുണ്ട്. ഈ പേരുകൾ ആരെയൊക്കെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ ഇന്ന് വിശദമായിട്ട് കാണുകയാണ്. വിവിധ സുവിശേഷങ്ങളിൽ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന സ്ലീഹായാണ് യൂദാ തദേവൂസ്. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായത്തിലും ലൂക്ക തന്നെ വിവരിച്ചിട്ടുള്ള നടപടി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിലും യാക്കോബിൻ്റെ മകനായ യൂദാ എന്നാണ് നാം വായിച്ചു മനസ്സിലാക്കുന്നത്. എന്നാൽ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിലും മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിലും ഇദ്ദേഹത്തിന് നൽകപ്പെട്ടിട്ടുള്ള പേര് തദേവൂസ് എന്നാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കുന്നിടത്ത് യൂദാസ് എന്നും കണ്ടുമുട്ടുന്നു. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് യൂദാസ് കറിയോത്തയല്ല എന്നാണ്. പലയിടങ്ങളിൽ വ്യത്യസ്തമായിട്ട് നൽകപ്പെട്ടിട്ടുള്ള പേരുകൾ ഒരുമിച്ച് ചേർത്താണ് ലൂക്ക നൽകിയിട്ടുള്ള യൂദാ എന്ന പേരും മർക്കോസും മത്തായും രേഖപ്പെടുത്തിയിട്ടുള്ള തദേവൂസ് എന്ന പേരും കൂട്ടിച്ചേർത്ത് യൂദാ തദേവൂസ് എന്ന അദ്ദേഹത്തിന് പേര് നൽകപ്പെട്ടിട്ടുള്ളത്. പലപ്പോഴും യൂദാസ് കറിയോത്തയുമായിട്ട് സംശയിച്ചു പോകുന്ന സ്ലീഹായാണ് യൂദാ തദേവൂസ്. യൂദായിൽ നിന്നുള്ളൊരു ശിഷ്യനായിരുന്നു യൂദാസ് കറിയോത്ത. ഈശോയുടെ ശിഷ്യന്മാരുടെ ഇടയിൽ പണസഞ്ചി കൈകാര്യം ചെയ്തിരുന്നത് യൂദാസ് കറിയോത്തയായിരുന്നു. ഈശോയെ ഒറ്റിക്കൊടുത്തത് യൂദാസ് കറിയോത്തയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പേര് യൂദാസ് എന്നായിരുന്നു. എന്നാൽ യൂദാ തദേവൂസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കി അദ്ദേഹത്തെ വേർതിരിച്ചറിയാൻ വേണ്ടി യൂദാസ് കറിയോത്ത എന്ന നാമം നൽകപ്പെടുകയായിരുന്നു. 30 വെള്ളിക്കാശിന് ഈശോയെ ഒറ്റിക്കൊടുത്തവനാണ് യൂദാസ് കറിയോത്ത. യൂദാസ് കറിയോത്തയുടെ മരണത്തെക്കുറിച്ച് ബൈബിളിൽ 2 വ്യത്യസ്ത വിവരണങ്ങൾ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഒന്നാമതായിട്ട് സുവിശേഷങ്ങളിൽ യൂദാസ് കറിയോത്ത തൂങ്ങിച്ചത്തതായിട്ട് നാം കാണുന്നു. രണ്ടാമതായിട്ട് നടപടി പുസ്തകത്തിൽ മുകളിൽ നിന്നും താഴേക്ക് തലകുത്തി വീണ് ഉദരം പിളർന്ന് മരിക്കുന്നവനായിട്ടാണ് യൂദാസ് കറിയോത്തയുടെ മരണത്തെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായിട്ടുള്ള യൂദാ തദേവൂസും യൂദാസ് കറിയോത്തായും 2 വ്യക്തികളാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. 2 പേരും ഈശോയുടെ ശിഷ്യന്മാരാണ് എന്നതും ഓർത്തിരിക്കുക.